ഇപ്പോൾ നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ പഠിച്ചു, റിബൺ ടാബ് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫോർമുല ബാറാണ്. ഫോർമുല ബാറിൽ ഇവിടെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണാം, ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ A1 എന്ന് കാണാം. അതായത് ഇവിടെ സെലക്ട് ആയിരിക്കുന്ന സെല്ല് എ എന്ന കോളത്തിൽ 1 എന്ന റോയിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പേര് A1 എന്നതാണ്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ F എന്ന കോളമാണ്, അതുപോലെ 8 എന്ന റോയാണ്. അപ്പോൾ ഈ സെല്ലിൻ്റെ പേര് ഇവിടെ F8 എന്ന് കാണാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന സെല്ലിൻ്റെ പേരാണ് ഇവിടെ നെയിം ബോക്സ് എന്നതിൽ കാണുന്നത് D7. D എന്ന കോളത്തിൽ 7 എന്ന റോയിലാണ് ഈ സെല്ലുള്ളത്, അതുകൊണ്ട് അതിൻ്റെ പേര് D7. അപ്പോൾ നമുക്ക് നെയിം ബോക്സ് കാണാം. അതിനടുത്തായി നമുക്ക് ഫോർമുല ബാർ കാണാം. നമ്മൾ എന്താണോ സെല്ലിൽ ടൈപ്പ് ചെയ്യുന്നത് അതാണ് ഫോർമുല ബാറിൽ വരുന്നത്. എന്നാൽ സെല്ലിൽ അതിൻ്റെ വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യുക. അതെന്താണെന്ന് പറയാം. ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ ഇപ്പോൾ ഈ ഏരിയയാണ്, അതായത് ഈ സെല്ലുകളിലാണ് നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓരോ സെല്ലുകളും കാണാം. ഇവിടെ ഒരുപാട് സെല്ലുകളുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ സെല്ലുകൾ എന്ന് പറയുന്നത് ഇവിടെ A, B, C, D, E ഇങ്ങനെ വരിയായിട്ട് നിൽക്കുന്ന ഇതിനെ നമ്മൾ കോളം എന്നാണ് പറയാം. ഇവിടെ A, B, C, D എന്നിങ്ങനെ വരികളായിട്ട് നിൽക്കുന്നതിനെ ഇതിനെ നമ്മൾ കോളം എന്ന് പറയും. അതായത് A കോളം, ഇവിടെ A കോളം, B കോളം, C കോളം ഇങ്ങനെ വരികളിലായിട്ട് ഓരോരോ വരികളിലായിട്ട് D, E, F, G, H, I, J എന്നുള്ള രീതിയിൽ ഇങ്ങനെ തുടർന്ന് പോകും. ഇപ്പോൾ S കോളം, അത് കഴിഞ്ഞിട്ട് T, U, V, W ഇങ്ങനെ തുടർന്ന് പോകും. ഇനി ഇതിൻ്റെ ഏറ്റവും എൻഡിലുള്ള കോളം കാണണമെങ്കിൽ കീബോർഡിൽ കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം റൈറ്റ് ആരോ കീ അമർത്തിയാൽ മതി. നോക്കാം നമുക്ക്. ഇപ്പോൾ XFD എന്നതാണ് ഈ കോളത്തിൻ്റെ പേര്. ഈ കോളത്തിൻ്റെ പേര് XFD എന്നതാണ്. XFD എന്ന കോളത്തിലെ ഫസ്റ്റ് റോയിലെ സെല്ലാണ് സെലക്ട് ആയത് XFD1. അപ്പോൾ ഈ സെല്ലിൻ്റെ പേര് നെയിം അതാണ്. ഇങ്ങനെ 16,300 ചില്ലാനും കോളങ്ങളുണ്ട്. നമുക്കൊന്ന് നോക്കാം. കീബോർഡിൽ ഇപ്പോൾ ഇതാണ് സെലക്റ്റായി നിൽക്കുന്നത്. കീബോർഡിൽ കൺട്രോൾ കീ അമർത്തിയതിനു ശേഷം ലെഫ്റ്റ് ആരോ കീ അമർത്തുന്നു. അപ്പോൾ A1 സെലക്റ്റായി, അതായത് ഏറ്റവും ലെഫ്റ്റിലെ സെല്ല് സെലക്റ്റായി. അതിനുശേഷം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഈസ് ഈക്വൽ ടു കോളംസ് എന്നുള്ള ഈ ഒരു ഫങ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ടാബ് കീ അമർത്തുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു റോ സെലക്ട് ചെയ്യുക. അപ്പം 3 എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. 16,384 കോളങ്ങളാണ് ഇതിലുള്ളത്. അതായത് A, B, C, D അങ്ങനെ 16,384 കോളങ്ങളുണ്ട്. ഇനി നിരകളാണെങ്കിൽ താഴേക്ക് നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 എന്നുള്ള രീതിയിൽ കീബോർഡിൽ കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം നമ്മൾ ഡൗൺ ആരോ കീ അമർത്തുമ്പോൾ ഇവിടെ 10,48,576 റോകളുമുണ്ട്. കൺട്രോൾ കീ അമർത്തി അപ്പ് ആരോ കീ അമർത്തുന്നു. അതിനുശേഷം ഇവിടെ A2 സെല്ല് സെലക്ട് ചെയ്യുന്നു. അതായത് ഈ സെല്ല് സെലക്ട് ചെയ്തു. ഈസ് ഈക്വൽ ടു റോസ് ഓഫ് താഴേക്ക് മൗസ് കേഴ്സർ ഉപയോഗിച്ച് അത് സെലക്ട് ചെയ്തു. ടാബ് കീ അമർത്തി അതിനുശേഷം ഇവിടെ നമ്മൾ ഒരു കോളം സെലക്ട് ചെയ്യുന്നു. മുഴുവനായിട്ടൊരു കോളം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത്രയും കോളത്തിലുള്ള റോകൾ എന്നുള്ളത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരും. 10,48,576 റോസുമുണ്ട്. അപ്പോൾ ഇതിൽ ടോട്ടൽ എത്ര സെല്ലുണ്ട്? ഈസ് ഈക്വൽ ടു ഈ കോളങ്ങളുടെ എണ്ണം ഇൻറ്റു റോകളുടെ എണ്ണം. അപ്പോൾ ഇത്രയും സെല്ലുകൾ ഇതിലുണ്ട്. ഏകദേശം 17,017 കൂടി 98,69,184 സെല്ലുകൾ അടങ്ങിയതാണ് ഒരു വർക്ക് ഷീറ്റ് എന്നത്. അപ്പോൾ അത്രയും ഡാറ്റ നമുക്ക് എൻട്രി ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു വർക്ക് ഷീറ്റാണ്, വർക്ക് ബുക്കിലെ ഒരു ഷീറ്റാണിത്. ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഷീറ്റ് 2, ഷീറ്റ് 3, ഷീറ്റ് 4 എന്നുള്ള രീതിയിൽ എത്ര ഷീറ്റ് വേണമെങ്കിലും നമ്മുടെ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ അതിലൊക്കെ ഇത്രയും സെല്ലുകളുണ്ട്. അതായത് 1,700-ലധികം കോടി സെല്ലുകൾ അടങ്ങിയ ഒരു ഷീറ്റ്. അങ്ങനെ ഒരുപാട് ഷീറ്റുകൾ അടങ്ങിയതാണ് ഒരു വർക്ക് ബുക്ക്. അതായത് എക്സലിൻ്റെ ഒരു പവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് ഫോർമുല ബാർ ആണ് എന്നുള്ളത്. ഇനി നമുക്ക് ഈ ഫോർമുല ബാറിൽ ഒരു ജസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. 100 എന്ന് ടൈപ്പ് ചെയ്യുന്നു, താഴെ നമ്മൾ ഫിറ്റാക്ട് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ടൈപ്പ് ചെയ്തു, എൻ്റർ കീ പ്രസ് ചെയ്തു. ഇനി ഈ സെല്ല് സെലക്ട് ചെയ്താൽ ഇവിടെ ഫോർമുല ബാറിൽ ആ ടെക്സ്റ്റ് കാണാം. അതിൻ്റെ മുകളിലത്തെ സെല്ല് സെലക്ട് ചെയ്താൽ ഫോർമുല ബാറിൽ 100 എന്ന് കാണാം, സെല്ലിലും 100 എന്നുള്ളതാണുള്ളത്. ഇനി നമുക്ക് ഈ സെല്ല് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വാല്യൂ ആണ് കാണുന്നത്, അതേ സ്ഥാനത്ത് ഇവിടെ ഇക്വേഷൻ ആണ് കാണുന്നത്. നെക്സ്റ്റ് ഈ സെല്ല് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വാല്യൂ ആണ് കാണുന്നത്, ഇവിടെ അതിൻ്റെ ഫംഗ്ഷൻ ആണ് കാണുന്നത്, അല്ലെങ്കിൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സെല്ലുകളിൽ വാല്യൂസ് ആണ് കാണുക, ഫോർമുല ബാറിൽ അതിൻ്റെ ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻ ആണ് കാണുക, അല്ലെങ്കിൽ ആ ഡാറ്റയാണ് കാണുക. അതിലെന്താണോ ടൈപ്പ്, ആ സെല്ലിൽ എന്താണോ ടൈപ്പ് ചെയ്ത് അതിവിടെ കാണിക്കും, അതിൻ്റെ റിസൾട്ട് ഇതിൽ സെല്ലുകളിൽ കാണിക്കും. ശരിയല്ലേ? ഇവിടെ നമ്മൾ ഏത് സെല്ലാണോ സെലക്ട് ആയി നിൽക്കുന്നത് ആ സെല്ലിൻ്റെ പേര് ഇവിടെ കാണിക്കുമെന്ന് പറഞ്ഞു. സെല്ല് ഇവിടെ സെലക്ട് ആയി നിൽക്കുന്നുണ്ട്. കീബോർഡിൽ കൺട്രോൾ ഹോം കീ ഒരുമിച്ച് അമർത്തുകയാണെങ്കിൽ ഫസ്റ്റ് സെല്ല് സെലക്ട് ആകും. അതിനുള്ള ഷോർട്ട് കീ കീബോർഡിൽ കൺട്രോൾ അമർത്തി പിടിച്ചതിന് ശേഷം ഹോം കീ അമർത്തിയാൽ ഫസ്റ്റ് സെല്ല് സെലക്ട് ആകും.